വന്യമൃഗ ശല്യം നാട്ടിലെങ്ങും ഇപ്പോൾ വാർത്തയാണ്. വർഷങ്ങളായി വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ദുരിതം പേറുന്നവരാണ് പാലക്കാട് മലമ്പുഴ മേട്ടുപതിയിലെ ജനങ്ങളും. തൊട്ടടുത്ത ദിവസങ്ങളിലായി പ്രദേശത്തെ 3 പശുക്കളെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാൻ വീടുകൾക്ക് അടുത്തെത്തുന്നതും പതിവാണിവിടെ. 1-2 ആനകളല്ല, 25ഓളം ആനകൾ. പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശുവിന്റെ ജഡമാണ് ഈ കിടക്കുന്നത്. 1-2 മേട്ടുപതി കോളനിയിലെ 3ഓളം ആടുകളെയാണ് ഈ രീതിയിൽ പുലി ആക്രമിച്ചത്. ഇതോടുകൂടി വലിയ ഭീതിയിലായിരിക്കുകയാണ് കോളനി നിവാസികൾ. ആദിവാസി യുവതി ദേവിയുടെ ഏക ഉപജീവന മാർഗത്തെയാണ് മേയാൻ വിട്ട നേരം പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഭർത്താവിന് കാട്ടിൽ നിന്ന് പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഈ ദുഃഖവാർത്ത കൂടി. 2 ആഴ്ച മുൻപ് ഇതേ കോളനിയിലെ കാർത്യായനി എന്ന സ്ത്രീയുടെ പശുവിനെയും പുലി പിടിച്ചിരുന്നു. പുലിപ്പേടിയിൽ പുറത്തിറങ്ങാനാകുന്നില്ല ഊരി നിവാസികൾക്കിപ്പോൾ. പുലിന്റെ ശല്യം ഇപ്പോൾ 1 മാസമായിട്ട് കൂടുതലാണ്. വെള്ളം അപ്പം അവിടെ ഇങ്ങോട്ട് വാരണം. അന്ന് മുതലോട്ട് പുലിന്റെ ശല്യം കൂടുതൽ. അത് കുട്ടി കൂളി 1 2 പറയുന്നുണ്ട്. ഓരോ പുലി വലിയ പുലിയാണ്. ഇനിയിപ്പോൾ കുട്ടി ഇത് പിടുത്തം കഴിഞ്ഞ് മനുഷ്യനെ പിടിക്കില്ല, ആരും കണ്ടവരില്ല. ചിലപ്പോൾ പിടിച്ചിരുന്നും വരും. മേട്ടുപതിക്ക് സമീപം പുലിഭീതി മാത്രമല്ല, കാട്ടാന ശല്യവും രൂക്ഷമാണ്. വെള്ളം കുടിക്കാൻ പതിവായി എത്തുന്ന കൊമ്പന്മാർ ഊരു നിവാസികൾക്ക് ഭീഷണിയാണ്. ആന പുറത്ത് നിൽക്കുള്ളൂ, ഇങ്ങോട്ട് മുകളിലേക്ക് പറ്റില്ല, താഴത്തേക്ക് വരുള്ളൂ. ഇപ്പം ഇന്നലെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇതന്നെ താരതമ്യേന പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന തങ്ങൾക്ക് വന്യമൃഗ ആശങ്കയെങ്കിലും ഒഴിവാക്കി തരണമെന്ന ആവശ്യമാണ് ഊരു നിവാസികൾക്കുള്ളത്. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ഇതുവരെ മനുഷ്യരെ ആക്രമിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും കോളനി നിവാസികൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് വേണമെന്നാണ് കോളനി നിവാസികൾ നിസ്സഹായതയോടെ ആവശ്യപ്പെടുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പാലക്കാട് മേട്ടുപതിയിലെ ജനങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. ഇത്തരത്തിൽ വന്യജീവി ശല്യം തുടർച്ചയായി ഉണ്ടാകുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. പിന്നെ ഇല്ലേ, ഇഷ്ടം പറയാണ്. ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞാൽ വെറും തൊള്ളയണെന്ന് പറയണം, എല്ലാവരും പറയുന്നുണ്ട്. വെറും തൊള്ളയാണ്. ഇത് അതേ കണക്ക് ഇന്നലെ ഇത് അങ്ങോട്ട് പോയ കോഴിമലയ്ക്ക് പോയ ആന ഇന്നലെ രാത്രി വന്ന് അവിടെ നിൽക്കണം. ഇവിടെയുണ്ട്, കലമ്പഴയിലുണ്ട്. ഭയങ്കര ശല്യമാണിത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നുമില്ല. ഇന്നാൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞപ്പോൾ പുലി എന്തെങ്കിലും കഴിക്കാനായി ചോദിച്ചിട്ട് പോയി. ഇപ്പോൾ 4ാമത്തെ പശു ഇവിടെ പിടിക്കുന്നത്. പട്ടികളെ ഇഷ്ടം മതി അതിനെ കൊണ്ടുപോവുക. വൈകിട്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഇറങ്ങുക. ആരും വരുന്നൊന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാലില്ല, ആനകൾ വരുന്നുണ്ട്. നമ്മൾ വലയിടണമാണ് ഞാൻ ഫാമിലി. ഭയങ്കര ശല്യമാണ്. ഇതിപ്പോൾ 5-6 ഇപ്പോൾ പിടിക്കണു. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ചെറിയ മരത്ത് വന്ന് പിടിക്കുമ്പോൾ ഞങ്ങൾ ഈ മേട്ടിലല്ലേ ഇരിക്കുന്നത്. എത്ര വ്യത്യാസമുണ്ട്. അങ്ങോട്ട് കയറി വരാപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ. അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയായാൽ പിന്നെ എങ്ങനെ ഇനി ജീവിക്കും? ഇപ്പോൾ കന്നുകളിലൊക്കെ ഇപ്പോൾ പകുതിയൊക്കെ ഇപ്പോൾ പോയില്ലേ. ഇനിയിപ്പം വീടുകളിൽ ഇതാ കണ്ടല്ലോ, അങ്ങനെ ഓലപ്പരകളൊക്കെയാണ്. മനുഷ്യനെ കയറി പിടിക്കുന്നത് ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക്. പുലിൻ്റെ ശല്യം ഇങ്ങനെയായാൽ അധികമായില്ലേ.